ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ചെറുപ്പം മുതലേ നാഷണൽ ജോഗ്രഫി ചാനലും എനിമൽ പ്ലാനറ്റും കണ്ടു വളർന്നവർക്ക് വലുതാകുമ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്നുള്ള വളരെ വലിയൊരു ആഗ്രഹമായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. അതെ, കെനിയയിലെ മസൈമാരിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. സാധാരണയായി നമ്മൾ വൈൽഡ് ലൈഫ് സൂവിൽ പോയിട്ടാണ് കാണാറുള്ളത്. അവിടെ അവർക്ക് സമയത്തിന് ഫുഡ്, പ്രോപ്പർ കെയർ എല്ലാം അവർക്ക് ആ ഒരു ടൈമിൽ അവർക്ക് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ ആ ഒരു റോ ആൻഡ് റിയൽ സൈഡ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമ്മൾ രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫോറസ്റ്റ് ക്യാമ്പിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. ലാൻഡ് ക്രൂസറിന്റെ 4x4 സഫാരി കാറിലാണ് നമ്മൾ പോകുന്നത്. കൂടുതലായും ഇതേ ഒരു വണ്ടി തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിനുള്ളിൽ കംപ്ലീറ്റ് സേഫ് ആണ് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ തുടങ്ങാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഒരു കൂട്ടം സീബ്രാസ് ആയിരുന്നു. നമ്മുടെ ഈ സഫാരിയിൽ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്ത അനിമൽസിൽ ഒരെണ്ണമായിരുന്നു സീബ്ര. ആൺ സീബ്രാസ് ആണെങ്കിൽ അവരുടെ ആ സ്ട്രൈപ്സ് കുറച്ച് ഡാർക്ക് ബ്ലാക്കും, പെണ്ണാണെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിരിക്കും. അങ്ങനെ അവിടെ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ബിഗ് 5-ലെ ആദ്യത്തെ ഒരാളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. ഒരു വലിയ കൂട്ടം ആഫ്രിക്കൻ എലിഫൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ഏഷ്യൻ എലിഫൻസിൽ നിന്നും ആഫ്രിക്കൻ എലിഫന്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവർക്ക് കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ആണായാലും പെണ്ണായാലും കൊമ്പുണ്ടായിരിക്കും. അതേപോലെ ചെവിയും ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മുടെ ഈ സഫാരിന്റെ ഇടയിൽ ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വോക്കി ടോക്കിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും ഒരാൾ ഒരു അനിമലിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ള ഡ്രൈവേഴ്സിനെ അറിയിച്ച് എല്ലാവരും കൂടെ ആ ഒരു സ്പോട്ടിലോട്ട് എത്തും. അങ്ങനെയാണ് കേട്ടോ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ഹോൾ സഫാരി. അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മുടെ ഡ്രൈവർ ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര തിരക്ക് പിടിച്ചിങ്ങോട്ട് വന്നത്. ഒരു ചീറ്റ ഒരു മാനെ ജസ്റ്റ് ഹണ്ടി നിൽക്കുന്ന ഒരു സീനാണത്. അതിൻ്റെ മുഖത്തൊക്കെ നമുക്ക് ആ ഒരു ബ്ലഡ് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ കഴിക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എനിമൽസിൻ്റെ ഒക്കെ പോപ്പുലേഷൻ കൺട്രോൾഡ് ആയിട്ട് പോകുന്നതും. കഴിക്കുന്നതിനിടയിൽ നമുക്ക് ചീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതായിട്ട് കാണാം. ഫ്രഷ് ബ്ലഡ് ആക്ച്വലി ഹൈനാസിനൊക്കെ അട്രാക്ട് ചെയ്യും. മേ ബി അതുകൊണ്ടായിരിക്കാം ഭയങ്കര അലേർട്ടായിട്ട് ചീറ്റ കഴിക്കുന്നത്. നമ്മുടെ ഈ എൻറ്റയർ സഫാരിയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സൈറ്റിംഗ് ആയിരുന്നു ഇത്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു ഹൈനനെ കണ്ടത്. സ്വന്തമായിട്ട് ഹണ്ടിങ് സ്കിൽസ് കുറച്ച് കുറവുള്ളത് കൊണ്ട് ലെപ്പേർഡ്സും ലയൺസും ഒക്കെ വേട്ടയാടിയ അനിമൽസിനെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഇദ്ദേഹം ഇപ്പോൾ ഒരു കൂട്ടം വുൾച്ചേഴ്സിന്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഈ മീറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. ഹൈനകളുടെ സെയിം നേച്ചറാണ് ഇവർക്കും. മറ്റുള്ള അനിമൽസ് വേട്ടയാടിയ ഫുഡ് വേസ്റ്റ് ക്ലീൻ ആക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മളെ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ ഒരാളെയായിരുന്നു. കുറച്ചു നേരത്തെ തെരച്ചിലിന് ശേഷമാണ് കേട്ടോ നമ്മൾ ലയൺസിനെ സ്പോട്ട് ചെയ്തത്. നമ്മളെ ഗൈഡിൻ്റെ അടുത്ത് ലയൺസിനെ നമ്മൾ എന്തായാലും കാണില്ലേന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എത്ര ലക്കിയാണോ അത്രത്തോളം നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഇവർ കൂടുതലും ആക്റ്റീവ് ആയിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. ഇവിടെയുള്ള ഓരോ പ്രൈഡുകൾക്കും ഓരോ ടെറിട്ടറി ഉണ്ടായിരിക്കും. നമ്മൾ ആക്ച്വലി ഇവിടെ ഒന്നിനല്ല സ്പോട്ട് ചെയ്തത്, ആ ഒരു ലയണിന്റെ പ്രൈഡിനെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഹണ്ടിങ്ങിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഭയങ്കര റെസ്റ്റിങ്ങിലാണ്. ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് ലയൺസ് ഒക്കെ ആയിട്ടൊരു സെൽഫി എടുക്കാനൊക്കെ ഇവിടെ സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മസൈമാറിന്റെ മാറ റിവറിലാണ്. ദ ഗ്രേറ്റ് മൈഗ്രേഷൻ ടൈമിൽ ആയിരക്കണക്കിന് വിൽഡ് ബീസ്റ്റും സീബ്രാസും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ റിവർ ക്രോസ് ചെയ്യുന്നത്. പുറമേ നല്ല ശാന്തമായി തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ പ്രെഡേറ്റേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഞ്ചേഴ്സിന്റെ ഗൈഡൻസ് ഇല്ലാണ്ട് ഇങ്ങോട്ട് അവരെ കടത്തിവിടില്ല. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വെള്ളത്തിൽ ഒളിച്ചിരിക്കുന്ന ഹിപ്പോസിനെ കാണാം. മിക്ക സമയത്തും വെള്ളത്തിന്റെ അടിയിലാണ് നിൽക്കാറ്. എന്നിട്ട് രാത്രി ആകുമ്പോഴാണ് ഇവർ വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഫുഡ് കഴിക്കല്. ഇവര് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ക്യൂട്ട് അനിമൽസ് ആണെന്ന് തോന്നുമെങ്കിലും ഇവര് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവർക്ക് ലാൻഡിൽ 30 km/h സ്പീഡിൽ വരെ ഓടാൻ കഴിയും. അതുപോലെ 5 മിനിറ്റ് വരെ വെള്ളത്തിന്റെ അടിയിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് നിൽക്കാനും കഴിയും.
ഈ റിവറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രെഡേറ്റർ എന്ന് പറയുന്നത് നൈൽ ക്രോക്കഡൈൽസ് ആണ്. മൈഗ്രേഷൻ ടൈമിൽ ആനിമൽസ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കും. 5 മുതൽ 6 മീറ്റർ വരെ ഈ ക്രോക്കഡൈൽസിന് നീളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ആകെ പുറമെ കാണാൻ പറ്റിയത് ഈ ഒരു കുഞ്ഞു ഹിപ്പോനെ മാത്രമായിരുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് കെനിയുടെയും ടാൻസാനിയയുടെയും ബോർഡർ. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ബോർഡറുകളിൽ നിന്ന് ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്കിവിടുന്ന് ഒന്നങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ടാൻസാനിയയിലോട്ടും ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ കെനിയയിലോട്ടും വരാം. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സവാനിൻ്റെ ഓപ്പൺ എയറിൽ ആനിമൽസിനെയും കണ്ടുകൊണ്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ കുഞ്ഞി പിക്നിക് ലഞ്ച് ബോക്സ്. ഇത് നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പാക്ക് ചെയ്ത ലഞ്ച് ബോക്സസ് ആണ്. നമ്മൾ ലയൺസിനൊക്കെ സ്പോട്ട് ചെയ്ത സ്ഥലത്തു നിന്നും കുറച്ചൊന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ കൂടെ ഗൈഡുമാരൊക്കെ ഉള്ളതാണ് ഒരു ധൈര്യം. അങ്ങനെ ലഞ്ചും കഴിച്ച് നമ്മൾ വീണ്ടും സഫാരി തുടരുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷി എന്ന പദവിയും 70 km/h സ്പീഡിൽ ഓടാൻ കഴിവുള്ളതുമായ പക്ഷിയാണ് ഓസ്ട്രിച്ച്. നമുക്കിവിടെ ജിറാഫുകളെ കാണാം. കുറച്ചപ്പുറത്തായിട്ട് ഒറ്റപ്പെട്ടൊരു ജിറാഫിനെ നമ്മൾ കണ്ടു. അതിൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഡാർക്കറാണ്. അവയ്ക്ക് പ്രായമാകുന്നതിനനുസരിച്ച് കളർ കുറച്ചും കൂടി ഡാർക്കറായിട്ട് വരും. നമ്മളിവിടെ കാണുന്നത് മെറബൂ സ്റ്റോക്ക് എന്ന് വിളിക്കുന്ന പക്ഷിയെയാണ്. സവാനയുടെ എക്കോസിസ്റ്റം ക്ലീൻ ആയിരിക്കാൻ ഇവർക്കൊരു മേജർ റോൾ തന്നെയുണ്ട്. നമുക്കിവിടെ ഒരു കൂട്ടം കാട്ടുപന്നികളെ കാണാം. ഇവയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ദ ലയൺ കിങ്ങിൽ ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പലതരം ആന്റിലോപ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇംപാല, സ്റ്റോപ്പി, തോംസൺസ് ഗസെ, വാട്ടർ ബഗ് തുടങ്ങി പലതരം ആന്റിലോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ദ ഗ്രീൻ മൈഗ്രേഷൻ നടക്കുന്ന സീസൺ എന്ന് പറയുന്നത് ജൂലൈ ടു ഒക്ടോബർ ആണ്. പക്ഷെ ഞങ്ങൾ വന്നിരുന്നത് ഡിസംബർ സമയത്താണ്. ഈ ഒരു സമയത്ത് വന്നാൽ കുറച്ച് തിരക്ക് കുറവുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഗ്രേറ്റ് മൈഗ്രേഷൻ കാണാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം കണക്കാക്കി വരുന്നത് നന്നായിരിക്കും. ജാക്കലിനെയാണ് നമ്മളിവിടെ കാണുന്നത്. കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും ഇവർ ഭയങ്കര സ്മാർട്ടാണ്. നിങ്ങൾ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ മസൈമാരെ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക.